10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവം ആറാട്ടിനു ശേഷം കൊടിയിറക്കത്തോടെ സമാപിച്ചു. ആയിരങ്ങളാണ് ഭഗവാന്റെ ആറാട്ടിനും കൊടിയിറക്കത്തിനും സാക്ഷ്യം വഹിച്ചത്. ഭഗവാന്റെ പഞ്ചലോഹത്തിടമ്പിലേക്ക് ചൈതന്യം ആവാഹിച്ചെഴുന്നള്ളിച്ച് കൊടിമരത്തിന് സമീപം സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ വെച്ചതിനു ശേഷം ശാന്തിയേറ്റ് കീഴ്ശാന്തി തിരുവാലൂർ അജിത് നമ്പൂതിരി ദീപാരാധന നടത്തി. തുടർന്ന് ഭഗവാൻ യാത്രാബലിക്കായി പുറപ്പെട്ടു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തങ്കത്തിടമ്പും സ്വർണ്ണക്കോലവും കൊമ്പൻ ദാമോദർദാസ് ശിരസിലേറ്റി. ശാന്തിയേറ്റ് കീഴ്ശാന്തി അജിത് നമ്പൂതിരി ദാമോദർദാസിന്റെ പുറത്ത് സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ചു. സിദ്ധാർത്ഥൻ, രവികൃഷ്ണൻ, ഗോപികൃഷ്ണൻ, അക്ഷയകൃഷ്ണൻ എന്നിവർ കൂട്ടാനകളായി. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് യാത്രാബലിക്ക് ഹവിസ്തൂവി മുന്നിൽ നടന്നു. പുറത്തേക്ക് എഴുന്നള്ളിയ ഭഗവാന് വാളും പരിചയുമേന്തിയ കൃഷ്ണനാട്ടം കലാകാരന്മാർ ചോറ്റാനിക്കര വിജയൻ, കുനിശ്ശേരി അനിയന്മാരാർ, പരക്കാട് തങ്കപ്പന്മാരാർ, ചെറുപ്പുളശ്ശേരി ശിവൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം, ബ്രാഹ്മണ സമൂഹത്തിന്റെ ഭജന എന്നിവ അകമ്പടിയായി. ഭക്തർ നിറപറയും നിലവിളക്കുമായി ഗുരുവായൂരപ്പനെ വരവേറ്റു. എഴുന്നള്ളിപ്പ് വടക്കേനടയിൽ എത്തിയതോടെ പഞ്ചവാദ്യം അവസാനിച്ച് മേളം ആരംഭിച്ചു. തുടർന്ന് അത്താണിക്ക് സമീപം സങ്കടനിവൃത്തി ചടങ്ങ് നടത്തിയ ശേഷം ഭഗവാൻ ഭഗവതിക്കെട്ടിലൂടെ ആറാട്ടുകടവിലെത്തി. ആറാട്ടുകടവിൽ മഞ്ഞൾപ്പൊടി, ഇളനീർ എന്നിവ കൊണ്ട് അഭിഷേകം ചെയ്തു. പുണ്യനദികളെ രുദ്രതീർത്ഥത്തിലേക്ക് ആവാഹിച്ച് തന്ത്രി, ഓദിക്കന്മാർ, കീഴ്ശാന്തിക്കാർ എന്നിവർ ഭഗവാനോടൊപ്പം സ്നാനം ചെയ്തു. തുടർന്ന് ഭക്തർ ആറാട്ട് കുളിച്ചു. ആറാട്ടിന് ശേഷം ഭഗവതിക്കെട്ടിലെ വാതിൽമാടത്തിൽ ഉച്ചപൂജയ്ക്ക് ശേഷം ഭഗവാൻ പിടിയാന ദേവിയുടെ പുറത്ത് 11 ഓട്ടപ്രദക്ഷിണം നടത്തി. തുടർന്ന് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് കൊടിയിറക്കിയതോടെ ഉത്സവ ചടങ്ങുകൾ സമാപിച്ചു.